ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഏത് നേരവും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരമാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ മിക്സർ ജാറിലേക്ക് 250 ml കപ്പിന്റെ അളവിൽ 2 കപ്പ് അവിലാണ് ഇട്ട് കൊടുക്കുന്നത്. വെള്ള അവലോ റോസ് അവലോ ഏതായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇത് പൊടിച്ചെടുത്ത മിക്സ് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് അരിപ്പൊടിയാണ്. വറുത്ത അരിപ്പൊടിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് നിറയെ എടുത്തിട്ടുണ്ട്. ഇതുപോലെ രണ്ടും ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഒരു വിസ്ക് വെച്ചിട്ട് ഈ പൊടികൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി ഇപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെച്ചേക്കാം. അടുത്തതായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത ശേഷം ഫ്ലെയിം ഓൺ ആക്കിയിട്ട് അതിലേക്ക് 1 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ ജീരകം ഇട്ട് കൊടുക്കാം. ചെറിയ ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ്. അതിവിടെ 1 സ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ള് ഗരം മസാലപ്പൊടിയും 1 നുള്ള് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇതിന്റെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്നവരേക്കും ഈ എണ്ണയിൽ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. എന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 250 ml കപ്പിന്റെ അളവിൽ 2 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ല പോലെ ഒന്ന് തിളച്ചു വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതുപോലെ നന്നായിട്ട് തിളച്ചു വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് പൊടി ഇട്ട് കൊടുക്കണം. നേരത്തെ അവലും അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു വെള്ളമായിട്ട് ഈ പൊടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഈ മാവും കൂടെ ഒന്ന് തിളച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ടാണ് ഇതുപോലെ ഇളക്കി കൊടുക്കേണ്ടത്. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കും. ഇപ്പോൾ ഇതാ ഈ ഒരു മാവും വെള്ളമൊക്കെ ആയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട. ഒരു പകുതി ചൂടാവുമ്പോൾ നമുക്കിതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം. മാവ് ഇതുപോലെ കുഴച്ചെടുക്കുന്ന സമയത്ത് കൈ നന്നായിട്ട് ചൂടായിട്ട് വരുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിൽ കൈ മുക്കിയെടുത്താൽ മതി. നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ കൈ വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് ഇതുപോലെ നന്നായിട്ട് കുഴച്ചിട്ടെടുക്കാം. ഇപ്പോൾ അതാ ഞാൻ ഈ ഒരു പരുവത്തിലാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അടുത്തതായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്ത ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം 1 സ്പൂൺ അളവിൽ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു 3 സവോള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് എരിവിന് വേണ്ടി ഒരു 3 പച്ചമുളക് കട്ട് ചെയ്തതും വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും കറിവേപ്പില കട്ട് ചെയ്തതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇതേപോലെ 1 സ്പൂൺ അളവിൽ 2 സ്പൂൺ ചിക്കൻ മസാലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 സ്പൂൺ അളവിൽ മുളക് പൊടിയും 1/4 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും പെരിഞ്ജീരകപ്പൊടിയും ഗരം മസാലപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഈ ഒരു ഉള്ളി മസാലകളൊക്കെ നന്നായിട്ട് വെന്ത് കുഴഞ്ഞു വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു മസാല നല്ലപോലെ വെന്ത് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ പരുവാകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 3 ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ചതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞിട്ട് ഉടച്ചെടുത്തിട്ടുള്ളതാണിത്. അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഉരുളക്കിഴങ്ങിൽ ഈ മസാല പിടിച്ചു കിട്ടാനായിട്ട് 1-2 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഈ ഒരു മസാലക്കൂട്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാതെയാണ് ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇതാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം. ഇനി നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു ബോർഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് നേരത്തെ കുഴച്ച് മാറ്റി വെച്ചിരുന്നതിൽ നിന്ന് ഒരു പകുതി മാവ് എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. അധികം നൈസായിട്ടല്ല, കുറച്ച് കട്ടിയായിട്ട് വേണം ഇതിനെ പരത്തിയെടുക്കാനായിട്ട്. ഇപ്പോൾ ഞാനിവിടെ ഇതുപോലെ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള അളവിൽ വലിപ്പത്തിലൊക്കെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഈ ഒരു ഗ്ലാസിന്റെ വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഗ്ലാസ് വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം. ഇതുപോലെ തന്നെ മുഴുവൻ മാവിലും ഈ ഒരു അളവിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്.
ഏതെങ്കിലും പ്ലാസ്റ്റിക് കുപ്പിയുടെ അടപ്പ് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഗ്ലാസ് വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിലെ കട്ട് ചെയ്തതെല്ലാം മാറ്റി വെച്ചിട്ട് ഈ ഒരു ബാക്കി വന്ന മാവ് നമുക്ക് വീണ്ടും ഒന്നുകൂടെ കുഴച്ചെടുക്കാവുന്നതാണ്. എന്നിട്ട് പരത്തിയിട്ട് ഇതുപോലെ തന്നെ വീണ്ടും കട്ട് ചെയ്തെടുക്കാം. അത് കളയേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതിൽ നിന്നും ഒരു പീസ് എടുത്ത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാലക്കൂട്ട് ഇതിലേക്ക് കുറച്ച് വെച്ച് കൊടുക്കുക. അതൊന്ന് കറക്റ്റായിട്ട് റൗണ്ട് ഷേപ്പിലാക്കിയതിന് ശേഷം അതിന് മുകളിലേക്ക് വീണ്ടും ഒരു പീസ് കൂടെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കറക്കി കൊടുക്കണം. അപ്പോൾ അതിന്റെ വക്ക് ഭാഗത്തൊക്കെ നല്ലപോലെ കറക്റ്റ് ഷേപ്പിൽ കിട്ടും. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കണം. ഞാനിവിടെ ഒരെണ്ണം കൂടെ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് കാണിക്കുന്നുണ്ട്. ഇതുപോലെ ഒരു പീസ് മാവ് വെച്ചതിന് ശേഷം അതിന് മുകളിലേക്ക് കുറച്ച് മസാല വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ കറക്റ്റ് അതിന്റെ ഷേപ്പിലാക്കി വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു മാവ് കൂടെ വെച്ച് കൊടുത്തിട്ട് അതിനെ ഇതുപോലെ ഒന്ന് കറക്കി കൊടുക്കുക. അപ്പോൾ ഇതാ നല്ല കറക്റ്റ് ഷേപ്പിൽ കിട്ടും. അങ്ങനെ ഞാനിവിടെ ഇത് മൂന്നും റെഡിയാക്കിയിട്ടുണ്ട്. ഇതുപോലെ റെഡിയാക്കിയതിന് ശേഷം ഇതിൽ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ഡിസൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കത്തിയുടെ പുറകുവശം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെയൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരു കൗതുകം ഉണ്ടാവും. ഇത് കാണാനുള്ള ഭംഗി കൊണ്ടായാലും നല്ലപോലെ ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യും. ഇതുപോലെ തന്നെ ഞാനിപ്പോൾ എല്ലാ മാവിലും ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മാവ് മുഴുവനായിട്ടും മുങ്ങിക്കിടക്കുന്ന രീതിയിൽ എണ്ണ ഒഴിച്ച് കൊടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ അതിനുള്ളിലുള്ള ആ ഒരു ഫില്ലിങ്സ് ഒക്കെ മുഴുവനായിട്ടും എണ്ണയിൽ പോവും. ഇതുപോലൊരു പരന്ന പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ അടിഭാഗം മാത്രം വേവുന്ന രീതിയിൽ ഇങ്ങനെ വേവിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗം വെന്ത് കിട്ടിയാൽ പിന്നെ അതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു ഭാഗം കൂടെ വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൻ്റെയും ലോ ഫ്ലെയിമിൻ്റെയും ഇടയ്ക്കുള്ള ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കണം. ഒരുപാട് ഫ്ലെയിം കൂടിപ്പോയാലും അതുപോലെ തന്നെ നല്ലപോലെ ഫ്ലെയിം കുറഞ്ഞു പോയാലും ഇത് കറക്റ്റ് പരുവത്തിന് കിട്ടത്തില്ല. അപ്പോൾ ഇതിൻ്റെ ആ ഒരു താഴത്തെ ഭാഗം കൂടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതൊന്ന് തിരിച്ചിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഇതാ രണ്ട് സൈഡും വെന്ത് കിട്ടി. ഇനി നമുക്കിത് ഓരോന്നോരോന്നായിട്ട് എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റാം. ഇതേപോലെ തന്നെ എല്ലാം ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടി. ഓൾറെഡി ഇതിൻ്റെ ഫില്ലിങ്സ് ഒക്കെ പുറത്തോട്ട് കാണുന്ന രീതിയിലാണ് നമ്മൾ ഇതിനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കിനി ഇത് പൊട്ടിച്ച് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാണാൻ നല്ല ഭംഗിയും കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടി. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.